നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഗൂഗിൾ ഏറ്റവും പുതിയതായി പുറത്തിറക്കിയിരിക്കുന്ന സർക്കിൾ ടു സെർച്ച് എന്ന പുതിയ ഫീച്ചറിനെ കുറിച്ചാണ്. സർക്കിൾ ടു സെർച്ചിൻ്റെ മെയിൻ ഹൈലൈറ്റ് നമുക്ക് ഏത് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് അറിയേണ്ടത്, അത് ജസ്റ്റ് സർക്കിൾ ചെയ്തുകൊണ്ട് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അതിൻ്റെ പേര്, അതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്നാൽ നമ്മൾ ഇന്ന് നോക്കുന്ന ഒരു അടിപൊളി ട്രിക്കിലൂടെ നമ്മുടെ ഫോണിലും ഈ സർക്കിൾ ടു സെർച്ച് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായി നമ്മളുടെ ഫോണിലേക്ക് പോയതിന് ശേഷം നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെർച്ച് ബാറിൽ പോയിട്ട് സർക്കിൾ ടു സെർച്ച് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാം സർക്കിൾ ടു സെർച്ച് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ആദ്യം കാണുന്നത് അതിൽ ജസ്റ്റ് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് നമ്മളിവിടെ അക്സെപ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഒരു കാണാൻ പറയുന്നുണ്ട് അസിസ്റ്റൻറ്റ് സർക്കിൾ ടു സെർച്ച് എന്ന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പോൾ ഗൂഗിളാണ് കിടക്കുന്നത്, അത് സർക്കിൾ ടു സെർച്ചിലേക്ക് മാറ്റിയിടുക എന്നവരോട് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതിന് താഴെ നമുക്ക് ഗോ ടു സെറ്റിങ്സിലേക്ക് പോകാം. അതിനുശേഷം നമുക്കിവിടെ കാണാം ഡീഫോൾട്ട് ഡിജിറ്റൽ അസിസ്റ്റൻ്റ് ആപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇവിടെ സർക്കിൾ ടു സെർച്ച് എന്ന് മാറ്റിയിടുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അടുത്തതായി നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് ലഭിക്കുക. ഇതിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ 3 ബട്ടൺ ഗെസ്റ്റർ നേവിഗേഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് എപ്പോഴാണോ സർക്കിൾ ടു സെർച്ചിൻ്റെ ആവശ്യം വരുന്നത് ആ സമയത്ത് നമ്മൾ ഈ ഹോം ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം ഏതിൻ്റെ കുറിച്ചാണോ നമുക്ക് അറിയേണ്ടത് അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ സർക്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കാണിച്ചു തരും. ഇപ്പോൾ എല്ലാവരും നമുക്കറിയാം ഗെസ്റ്റർ നേവിഗേഷനാണ് ഉപയോഗിക്കുന്നത്, ഒറ്റ ഫിംഗർ കൊണ്ടുള്ള ഗെസ്റ്റർ നേവിഗേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫോണിലെ ബോട്ടം സൈഡിൽ പോയതിന് ശേഷം ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്തതിന് ശേഷം ഇതേപോലെ ജസ്റ്റ് റൗണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രൊഡക്റ്റിൻ്റെയാണോ ഏത് ഒബ്ജക്റ്റിൻ്റെയാണോ ഏതിനെക്കുറിച്ചാണോ അതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇതേപോലെ അടിപൊളിയായിട്ട് കാണിച്ചു തരും. അടുത്തായി നമുക്കൊരു ഉദാഹരണത്തിന് വേണ്ടി ഞാനിവിടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ വിവരങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഫോട്ടോസ് മാത്രമാണ്. അപ്പോൾ നമുക്കിതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സാധനത്തിൻ്റെ കാര്യങ്ങൾ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് നമ്മളുടെ ഫോണിൻ്റെ ബോട്ടം സൈഡിൽ ജസ്റ്റ് ഒന്ന് ഞാൻ സ്വൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ബ്ലൂ കളർ വന്നത് നിങ്ങൾ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഈ ജാക്കറ്റിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ സെർച്ചിങ്ങിൽ വന്നു ഇതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് അടിപൊളി ഒരു സെറ്റപ്പാണ് സർക്കിൾ ടു സെർച്ച്. അടുത്തതായി ഞാനിവിടെ ഒരു ക്യാപ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി അതിൽ ജസ്റ്റ് ഒന്ന് സർക്കിൾ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ക്യാപ്പിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നു. അടുത്ത് ഞാനിവിടെ ഗ്ലാസ്സിന് ഒന്ന് ജസ്റ്റ് സർക്കിൾ ചെയ്തു. അപ്പോൾ അതിനെ പറ്റിയുള്ളത് വന്നു. ജസ്റ്റ് ഷൂവിനെ പറ്റി എനിക്കൊന്ന് അറിയണം തോന്നി. അപ്പോൾ ആ ഷൂവിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതിൻ്റെ വാല്യൂം, അതൊക്കെ എവിടെ നിന്നൊക്കെ ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ സെർച്ച് ചെയ്ത് തന്നെ നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വലിയ ഫോണുകളിലാണ്, ഗൂഗിളിൻ്റെ വലിയ ഫോണുകളിലും അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ വലിയ ഫോണുകളിലുമാണ് ഇപ്പോൾ ഈ ഫീച്ചർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണമെന്ന് ഉറപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൂടി ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ബൈ, താങ്ക് യു.